ഇന്ന് ഞാനും എൻ്റെ അമ്മയും കൂടി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോണേണ്. അവിടെ സംഭവം എന്ന് പറഞ്ഞാൽ കുറെ കടകളും പിന്നെ ഭയങ്കര ആൾക്കാരും ആയിരിക്കും അവിടെ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ലാസ്റ്റ് ഡേയുടെ തലേ ദിവസമാണ് പോകുന്നത്. അപ്പൊ ഇതേ ഞങ്ങൾ പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കും റോഡിലൊക്കെ പോകും തോറും കുറെ പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ഓരോ സ്ഥലത്തായിട്ട്. നല്ല തിരക്കായതുകൊണ്ട് തന്നെ വണ്ടി കയറ്റി വിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ട് അവിടെ നടന്നു പൊക്കോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴത്തേക്കും ഭയങ്കര കൂട്ടം നോക്കിയപ്പോഴത്തേക്കും കുറെ പേര് റോഡിൽ ഇങ്ങനെ കിടക്കുവാണ് ഉരുളാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവരെയൊക്കെ പാസ് ചെയ്തിട്ട് പോയപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയപ്പോഴത്തേക്കും ഒരുപാട് എന്തെന്നാണ് കുറെ പേരിങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് മറ്റേ കഥകളിയല്ല വേറെ പല രൂപങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് അതേപോലെയൊക്കെ ഡ്രസ്സപ്പ് ചെയ്തിട്ട് നിൽക്കുവാണ്. കുറേ മണിക്കൂറായിട്ട് അവർ നിൽക്കുവാണ് അവിടെ തന്നെ. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ ആ ഒരു അമ്പലത്തിലെത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കയറിയപ്പോഴത്തേക്ക് അത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉള്ളിലോട്ട് പോയപ്പോഴത്തേക്കും പിന്നെ പറയണ്ട. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിലോട്ട് പോയപ്പോഴത്തേക്കും ഗാനമേള നടക്കുമായിരുന്നു. അമ്മയാണെങ്കിൽ അങ്ങ് പോവുകയാണ്, ഞാൻ ബാക്കിൽ നിന്നുണ്ടെന്ന് പോലും നോക്കാണ്ട്. അങ്ങനെ അമ്മ പോയി അവിടെ നിന്നപ്പോഴത്തേക്കും ഞാനും പോയി നിന്നപ്പോഴത്തേക്കും അവിടെ കുറേ പേരിങ്ങനെ ലൈനായിട്ട് പൊക്കോണ്ടിരിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഉരുളാനുള്ളവരാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കൂടെ നിന്നപ്പോഴത്തേക്ക് ആനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആനയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കടകളുടെ അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഒരൊറ്റ മനുഷ്യർക്ക് കയറാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയാണെങ്കിൽ ആ തിരക്കിന് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കുറെ കൈ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇനി വിളിക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ജെയിൻ വീലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോയി. അവിടെ പോയിട്ട് കുറെ നിന്നപ്പോൾ തന്നെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ റോഡിൽ കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും ബ്രെഡും പിന്നെ ഒരു ഡ്രിങ്കും കൊടുക്കാണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട്, അപ്പൊ അതൊക്കെ ഞങ്ങളത് മേടിച്ചിട്ട് കഴിക്കുവാണ്. അമ്മ ബ്രെഡൊക്കെ എടുത്ത് പോക്കി കാണിക്കണേന്. ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും നമ്മൾ മേടിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്തെ ഫസ്റ്റ് ഉരുളുന്ന ആൾക്കാർ പിന്നെ ഇവിടെ ഉരുണ്ട് അത്രയും നേരമായിട്ട് ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ നേരെ ബൈക്കിന്റെ അടുത്തോട്ട് പോയി. അമ്മയടുത്ത് ചിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും എപ്പോഴും ചിരിച്ചാൽ കൊള്ളത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഓക്കെ, ബൈ.